Now I request Mrs. Jinu Peter, representing MMBS Ministry of the Northeast American Diocese, to come forward and offer a message of condolence. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നിരായ വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രാർത്ഥനാപൂർവമായ ഒരുക്കത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് കടന്നു പോകുവാൻ അവസരം ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് നമ്മുടെ ജോൺ അങ്കിൾ. വിശുദ്ധ കുർബാന അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ആൾ. തൻ്റെ ഭാര്യയോടും മക്കളോടും ഒപ്പം ഭവനത്തിൽ വെച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാൻ തക്കവണ്ണം ഈ അങ്കിളിന് അവസരം ലഭിച്ചു. വളരെ അപൂർവമായിട്ടാണ് നമ്മൾ ഈ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഭവനത്തിൽ തന്നെ വെച്ച് നമ്മുടെ അവസാന നിമിഷങ്ങൾ നമുക്ക് ചിലവഴിക്കുവാൻ സാധിക്കുക. നമ്മുടെ പള്ളിയിലെ ഭൂരിഭാഗം ആളുകൾക്കും അങ്കിളിനെ ചെന്ന് കാണുവാനും അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിച്ചു. നമ്മുടെ സമാജ പ്രവർത്തനങ്ങൾ ഒരു സജീവ പങ്കാളിത്തമാണ് തങ്കമണി ആൻറ്റിയുടേത്. അങ്കിളിന് വേണ്ട എല്ലാ ശുശ്രൂഷകളും നൽകി അദ്ദേഹത്തെ പരിചരിക്കുവാൻ ആൻറ്റിക്കും മക്കൾക്കും സാധിച്ചു. നമുക്കറിയാം, ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പോലും ആൻറ്റി എന്നും മിക്കവാറും അങ്കിളിനെ വളരെ സന്തോഷത്തോടെ പള്ളിയിൽ കൊണ്ടുവരുമായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് നിത്യജീവന്റെ അനുഭവത്തിലേക്കാണ് ഈ പിതാവ് യാത്രയായിരിക്കുന്നത്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അങ്കിൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മണവറയിലേക്കാണ് കയറിയിരിക്കുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി കഴിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും എന്നാണല്ലോ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നത്. ദുഃഖവും പ്രയാസവും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് സൗഭാഗ്യങ്ങളുടെ ലോകത്തിലേക്ക് യാത്രയായിരിക്കുന്ന ഈ പിതാവിനെ ദൈവം അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ ഇമ്പങ്ങളുടെ പർദീസയിൽ വിശ്രമിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. To the children, may the fond memories of your dad comfort you during this difficult time, and may his legacy live through you all. May God comfort you and give you strength during this difficult time. On behalf of Northeast American Diocese Martha Mariam Vanitha Samajam and on my person, I would like to extend my sincere and deepest condolences to the family. Thank you, Mrs. Jinu Peter. Now I invite Mr. Umman Kapil, Council Member